എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പോൾ ഇത് നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ സെൻറ്റൻസസ് പഠിച്ചു, ടൈപ്സ് ഓഫ് നൗൺസ് ആൻഡ് ടൈപ്സ് ഓഫ് പ്രൊനൗൺസും പഠിച്ചു. By this now, you know me, I am your Karthika ma'am, and today I am going to teach you types of adjectives. നമ്മൾ നൗൺസും പ്രൊനൗൺസും പഠിച്ച അപ്പോൾ തന്നെ ആഡ്ജക്റ്റീവ്സ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ആഡ്ജക്റ്റീവ്സ് നൗൺസിനെയും പ്രൊനൗൺസിനെയും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. സോ വിതൗട്ട് എനി മോർ അഡ്യൂ, ലെറ്റ്സ് സ്റ്റാർട്ട്. വാട്ട് ഈസ് ആൻ ആഡ്ജക്റ്റീവ്? എന്താണ് ഒരു ആഡ്ജക്റ്റീവ്? ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേ ഉള്ളൂ അല്ലേ. അതായത് ആൻ ആഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഓർ മോഡിഫൈസ് എ നൗൺ ഓർ എ പ്രൊനൗൺ. കണ്ടോ? അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ക്ലാസ്സസിൻ്റെ ഓർഡറിനെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, നൗൺസിനെയും പ്രൊനൗൺസിനെയും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് നൗൺസും പ്രൊനൗൺസും പറഞ്ഞു തന്നത്. അപ്പോൾ ഈ നൗൺസിനെയും പ്രൊനൗൺസിനെയും ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന വേർഡ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് ആഡ്ജക്റ്റീവ്. സി, ഐ ഹാവ് എ പെൻ. ഇറ്റ് ഈസ് വൈറ്റ് ഇൻ കളർ. സോ ഐ ക്യാൻ സേ ഇറ്റ് ആസ് ഇറ്റ് ഈസ് എ വൈറ്റ് പെൻ. അപ്പോൾ ഇവിടെ ഏതാ നൗൺ? നിങ്ങൾക്കറിയണമല്ലോ, ഇവിടുത്തെ നൗൺ ഏതാ? പെൻ. ആ പെന്നിനെ ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്തു. എങ്ങനെ? അതിൻ്റെ കളർ വെച്ചിട്ട്. അപ്പോൾ വൈറ്റ് ഈസ് ദി ആഡ്ജക്റ്റീവ്, വൈറ്റ് പെൻ. ഹിയർ ദി ആഡ്ജക്റ്റീവ് വൈറ്റ് ഡിസ്ക്രൈബ്സ് ദി നൗൺ പെൻ. സിമിലർലി ഇതൊന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് രണ്ടാളുകൾ ഇവിടെ ഉണ്ട്. ഒരാളൊരു കുഞ്ഞി ആളാണ്, ഒരാൾ ഇച്ചിരി വലിയ ആളാണ്. അപ്പോൾ ദ ടോൾ മാൻ എൻറ്റേർഡ് ദ റൂം. അപ്പോൾ ഇവിടെ മാൻ ആണ് നൗൺ, ടോൾ ആണ് ആഡ്ജക്റ്റീവ്. കിട്ടിയോ? അതായത് ടോൾ ഡിസ്ക്രൈബ്സ് ദ നൗൺ മാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷനിൽ ഇഫ് യു നോ ഹൗ ടു യൂസ് ആഡ്ജക്റ്റീവ്സ് പ്രോപ്പർലി, അത് നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലിനെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. നമ്മൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഒബ്ജക്ട്സിനെയും എങ്ങനെയൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതെല്ലാം ഈ ആഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ച് നമുക്ക് എഴുതാനും പറയാനൊക്കെ പറ്റിയ സെറ്റാണ്. അപ്പോൾ ആഡ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടി. ഇനി കുറേ ടൈപ്പ് ആഡ്ജക്റ്റീവ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്താൽ ഒന്നും കിട്ടാണ്ടാവും. സോ ഐ തോട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ, ഒരുപാട് കൺഫ്യൂസിങ് ആക്കാത്ത ടൈപ്സ് ഓഫ് ആഡ്ജക്റ്റീവ്സ് നോക്കാമെന്ന്. ഷാൽ വി സ്റ്റാർട്ട്? യെസ്. ഫസ്റ്റ് വൺ, ഡിസ്ക്രിപ്റ്റീവ് ആഡ്ജക്റ്റീവ്. എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആഡ്ജക്റ്റീവ്? ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. അതായത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഏതെങ്കിലും ഒരു നൗണിനെ, ആ നൗണിൻ്റെ ക്വാളിറ്റി ഉപയോഗിച്ച്, അല്ലെങ്കിൽ അത് ഏത് കൈൻഡ് ഓഫ് നൗൺ ആണ്, അങ്ങനെ നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് ഡിസ്ക്രിപ്റ്റീവ് ആഡ്ജക്റ്റീവ് ആണ്. ഇപ്പോൾ ബ്യൂട്ടിഫുൾ, ടോൾ, ഇൻ്റലിജൻറ്റ്, ഹാൻസം, പ്രിറ്റി, ഇതെല്ലാം നമ്മൾ ഒരു പെർട്ടിക്കുലർ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇറ്റ് എന്ന് പറയുന്ന ആ പ്രൊനൗണിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു. ഹീ ഈസ് ഹാൻസം. അപ്പോൾ ഹീ എന്ന പ്രൊനൗണിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു, ഹാൻസം. സീ ദിസ് എക്സാമ്പിൾസ്. ഷീ വോർ എ ബ്യൂട്ടിഫുൾ ഡ്രസ്. അല്ലേ, എന്ത് രസമാണ് ഡ്രസ്സ് കാണാൻ, ബ്യൂട്ടിഫുൾ ഡ്രസ്. അപ്പോൾ ഡ്രസ് എന്ന് പറയുന്ന നൗണിനെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ആഡ്ജക്റ്റീവ് ഉപയോഗിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു. സിമിലർലി, the tall player scored the goal. So here player is the noun and tall is the adjective. Okay, so you have to focus on one thing, that descriptive adjectives adds detail or quality to the noun. കിട്ടിയല്ലോ? അപ്പോൾ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ ഡിസ്ക്രിപ്റ്റീവ് ആഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ്സ്? ഇതിൻ്റെ ഏറ്റവും വലിയ ട്രിക്ക് എന്താണെന്നറിയോ? ഈ പേരുകളിൽ തന്നെ ഡെഫിനിഷൻ ഒളിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ്സ് ഇൻഡിക്കേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു നൗണിൻ്റെ അളവ്, അതെന്തോരം ഉണ്ട്, അത് എത്ര എണ്ണം ഉണ്ട്, അങ്ങനെ ഒരു അളവ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സം,
മച്ച്, ലിറ്റിൽ, ഇനഫ്, മെനി, ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയേ. ഹി ഹാസ് സം മണി ഇൻ ഹിസ് പോക്കറ്റ്. അപ്പോൾ മാസത്തിൻ്റെ പകുതിയൊക്കെ ആയില്ലേ, അപ്പോൾ കുറച്ചൊക്കെ ചിലവായിട്ടുണ്ടാവും. അപ്പോൾ ഹി ഹാസ് സം മണി ഇൻ ഹിസ് പോക്കറ്റ്, അത് വെച്ച് ചായ കുടിക്കാൻ പോകും. ഓക്കെ, അതല്ലെങ്കിൽ ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഒരു അളവിനെ കുറിച്ചാണ് പറയുന്നത്. ഐ ഹാവ് മെനി ചോക്ലേറ്റ്സ് ഇൻ മൈ ബോക്സ്. അപ്പോൾ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. ഇതും ഒരു ക്വാണ്ടിറ്റി ആണല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ്. സോ യു ഹാവ് ടു അഗൈൻ റിമെമ്പർ ദിസ് തിങ്. ക്വാണ്ടിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ്സ് ഷോ ഹൗ മച്ച് ഓർ ഹൗ മെനി, എന്തോരം, എത്ര, ഇതൊക്കെ പറയാനാണ് ക്വാണ്ടിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുക. മൂവിങ് ഓൺ, ഡിസ്ട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ്സ്. അപ്പോൾ അതെന്താ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറയാം ഒരു നൗൺ. ഫോർ എക്സാമ്പിൾ, ഈച്ച് സ്റ്റുഡൻറ്റ് റിസീവ്ഡ് എ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇവിടെ എല്ലാ സ്റ്റുഡൻസിനും, ഇപ്പോൾ ഇവിടെ നമുക്ക് 3 പിള്ളേരെ കാണാം, ആ 3 പേരുടെ കയ്യിലും സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈച്ച് സ്റ്റുഡൻറ്റ്, എല്ലാ സ്റ്റുഡൻസിനും സർട്ടിഫിക്കറ്റ് കിട്ടി. നമ്മൾ ഓരോരുത്തരെയും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറയാണ്. നൈദർ ആൻസർ ഈസ് കറക്റ്റ്, 2 ഉത്തരവും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എത്ര ഉത്തരം? 2 ഉത്തരവും. ആ 2 ഉത്തരവും തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുക? വി യൂസ് ഡിസ്ട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ്സ് ടു റെഫർ ടു ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെ, അതായത് ഒരു ഗ്രൂപ്പിലെ ഓരോന്നിനെയും കുറിച്ച് നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഈച്ച്, എവരി, ഐദർ എന്ന് വെച്ചാൽ one of the two. Neither എന്ന് വെച്ചാൽ none of the two. കിട്ടിയല്ലോ? സോ വി യൂസ് ഡിസ്ട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ്സ് ഫോർ ഇൻഡിവിജ്വൽ റെഫറൻസ്. നമ്മൾ ഒരു ഗ്രൂപ്പിലുള്ളവരെ ഇൻഡിവിജ്വൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്, അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. കിട്ടിയല്ലോ? മൂവിങ് ഓൺ, പ്രോപ്പർ ആഡ്ജക്റ്റീവ്സ്. നമ്മളിങ്ങനെ ചില സമയത്ത് പറയാറില്ല, അത് ഐ ലൈക്ക് ജാപ്പനീസ് കുസിൻ ഓർ ഹീ പ്രിഫേഴ്സ് ഇറ്റാലിയൻ ഫുഡ്. അപ്പോൾ ഈ ജാപ്പനീസ്, ഇറ്റാലിയൻ, ഇതെല്ലാം എന്താ? നമ്മുടെ ആദ്യത്തെ ക്ലാസ്സസ് എല്ലാം കണ്ടവർക്ക് ഓൾറെഡി അറിയാം. ഇതെല്ലാം എന്താ? പ്രോപ്പർ നൗൺസ് അല്ലേ? ഇതെല്ലാം ഒരു പെർട്ടിക്കുലർ പ്ലേസിൻ്റെ, ഒരു യുണീക്ക് ആയിട്ടുള്ള പ്ലേസിൻ്റെ പേരുകളാണ്. സോ ജസ്റ്റ് ലൈക്ക് ദ ടേം ഇറ്റ് സെൽഫ്, പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ നൗൺസിന് നമ്മൾ ആഡ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ നൗൺസിനെ നമ്മൾ ആഡ്ജക്റ്റീവായി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രോപ്പർ ആഡ്ജക്റ്റീവ്സ് ആണ്. സോ അമേരിക്കൻ, ഇന്ത്യൻ, ചൈനീസ്, ഇറ്റാലിയൻ, ജാപ്പനീസ്, ഇതെല്ലാം അതിൽ വരും. ഫോർ എക്സാമ്പിൾ, ഹിസ് ബ്രിട്ടീഷ് ആക്സെൻറ്റ് ഇസ് അമേസിങ്. അപ്പോൾ ആ ആക്സെൻറ്റ്, എന്ത് ആക്സെൻറ്റ്? ബ്രിട്ടീഷ് ആക്സെൻറ്റ്. സോ ആക്സെൻറ്റ് എന്ന് പറയുന്ന ആ നൗണിനെ നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്തു ബ്രിട്ടീഷ് എന്ന ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ട്. അവിടെ ബ്രിട്ടീഷ് എന്തും കൂടിയാണ്, ഒരു പ്രോപ്പർ നൗണും കൂടിയാണ്. കിട്ടിയല്ലോ? കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ അല്ലേ? കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോപ്പർ നൗൺ തന്നെ പ്രോപ്പർ ആഡ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. സോ സി, ഐ ലവ് ഇറ്റാലിയൻ ഫുഡ്. ഷി വോർ എ ഫ്രഞ്ച് പെർഫ്യൂം. ആ പെർഫ്യൂം എന്ന നൗണിനെ നമ്മൾ ഫ്രഞ്ച് എന്ന ആഡ്ജക്റ്റീവ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു. സോ ഇവിടെ ഒരു റൂൾ ഉണ്ട്. നമ്മൾ പ്രോപ്പർ നൗൺ എങ്ങനെ എഴുതണമെന്നാണ് ഞാൻ പഠിപ്പിച്ചത്. അതിപ്പോൾ സെൻറ്റൻസിൻ്റെ എവിടെയാണെങ്കിലും പ്രോപ്പർ നൗണിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? സ്മോൾ ആണോ? അല്ല, ക്യാപിറ്റൽ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഓൾവേസ് ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് പ്രോപ്പർ ആഡ്ജക്റ്റീവ്സ് ആസ് വെൽ, ബിക്കോസ് ദോസ് ആർ പ്രോപ്പർ നൗൺസ് ടു. കിട്ടിയല്ലോ? ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, ന്യൂമറൽ ആഡ്ജക്റ്റീവ്സ്. വീണ്ടും ഈ പേരിൽ തന്നെ ഉണ്ടല്ലേ, ന്യൂമർ, നമ്പർ. സോ we use numeral adjectives to indicate number or order. നമ്പർ മാത്രമല്ല, ഓർഡറും. അപ്പോൾ എന്താണ് വ്യത്യാസം? എന്താണ് നമ്പറും ഓർഡറും തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 അങ്ങനെ അങ്ങ് പോകും. ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്,
4th, millionth, 100th, അങ്ങനെ ഒരു ഓർഡർ പിടിച്ച് പറയുന്നതാണ് ഓർഡറും 1 2 3 4 എന്ന് എണ്ണി പറയുന്നതാണ് നമ്പർ. ഇത് രണ്ടും ന്യൂമറിക്കൽ ആഡ്ജക്റ്റീവ്സിൽ പെടും. സോ the examples are 1, 2, first, second, even many. Many is also a numerical adjective. Okay? See, he has 2 dogs. അപ്പോൾ നിങ്ങൾ പറയും ഇവിടെ ഏതാണ് noun? 2 dogs. ഏതാണ് noun? ഏതാണ്? Dogs or 2? Dogs. ഇവിടെ dogs ആണ് noun, 2 ആണ് adjective. കിട്ടിയല്ലോ? 2 പട്ടികൾ. അപ്പോൾ ഡോഗ് എന്ന നൗണിനെ ന്യൂമറിക്കൽ ആഡ്ജക്റ്റീവ് ഉപയോഗിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു, അതാണ് 2. അതുപോലെ ഷീ ഫിനിഷ്ഡ് ഇൻ ദി ഫസ്റ്റ് പൊസിഷൻ. സോ ഇവിടെ ഫസ്റ്റ് എന്താ? ഒരു ഓർഡറാണ്. ഫസ്റ്റ് കണ്ടോ, അവൾ എന്ത് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. സോ ഷീ ഫിനിഷ്ഡ് ഇൻ ദി ഫസ്റ്റ് പൊസിഷൻ. ഓക്കെ, ഇന്നത്തെ ഭയങ്കര ഷോർട്ട് ക്ലാസ് ആണ്. അപ്പോൾ ഏതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചത്? നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആഡ്ജക്റ്റീവ്സ് ചെക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആഡ്ജക്റ്റീവ്സ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ്സ്, പ്രോപ്പർ ആഡ്ജക്റ്റീവ്സ്, ന്യൂമറൽ ആഡ്ജക്റ്റീവ്സ്. എല്ലാം ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോമെൻറ്റിൽ ചോദിക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. ആൻഡ് ഓൾസോ I am giving the same link to join to register to our offline spoken English classes. അപ്പോൾ ഫോം ഫില്ല് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ വരാം, പഠിക്കാം, സംസാരിക്കാം, full set. And don't forget to subscribe this channel, like also. Bye.